പേര് വിജി തമ്പി. വയസ്സ് 10-70 കാണുമായിരിക്കും. ഒരു കാലത്ത് മലയാള സിനിമയിൽ കുറച്ച് നല്ല പടങ്ങളൊക്കെ ചെയ്ത ആളാണ്. എന്നാൽ പടവും നിക്കറും ഒക്കെ കീറി വിശ്രമ ലോകത്തേക്കായപ്പോൾ മക്കളെയൊക്കെ വിവാഹം കഴിച്ചൊക്കെ അറബ് രാജ്യങ്ങളിലേക്ക് അയച്ച ശേഷം കിളി പറത്തിയ നിലയിൽ പലയിടങ്ങളിൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്. പറ്റിയ ഒരു സംഘടനയുടെ ഭാരവാഹിയൊക്കെയായി അതുപോലുള്ള ചിലരെയൊക്കെ തപ്പിക്കൊണ്ട് പല സ്ഥലങ്ങളിലും പോയി പലതുമൊക്കെ ആക്കാമെന്ന് പറഞ്ഞ് പല വഴിയിൽപ്പെട്ട് പോയ യാത്രയിൽ മരണപ്പെട്ടവരുണ്ട്, തളർന്നു കിടക്കുന്നവരുണ്ട്, തകർന്നു കിടക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ വിജി തമ്പി തൻ്റെ പേര് ആലങ്കാരികമായി അന്വർത്ഥമാക്കും വിധം ഇഞ്ചിത്തമ്പി എന്നോ അല്ലെങ്കിൽ അതിനു പകരം വേറെ ഏതെങ്കിലും അക്ഷരങ്ങൾ ചേർത്തുള്ള തമ്പിയോ ആയി മാറുന്ന കേരള കാഴ്ചയാണ് കാണുന്നത്. സാക്ഷാൽ ആ ജി തമ്പിയുടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു കാർഡ് കണ്ടു. ആ നടിക്ക് മതം മാറാൻ 100 കോടി ഓഫർ ലഭിച്ചു. മാധവിക്കുട്ടിയെ മാറ്റിയത് 20 കോടിക്ക്. മക്കളോ മരുമക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ചേർന്ന് ഏതെങ്കിലും കൊള്ളാവുന്നൊരു ഡോക്ടറെ കാണിച്ച് അടിയന്തരമായി ചികിത്സ, അത് ഗുളിക കൊണ്ട് ചിലപ്പോൾ കുറേ സമയമെടുക്കും, ഇഞ്ചക്ഷനോ തളമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ചെയ്ത് ഒന്ന് മാറ്റി റെഡിയാക്കി എടുത്തില്ലെങ്കിൽ ഈ വർത്തമാനമായിട്ട് നടക്കും. ഏതായാലും വളരെ രസകരമായൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മാധവിക്കുട്ടി അല്ല, അത് പറയാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ജിൻഡോ ജോൺ, ഡോക്ടർ ജിൻഡോ ജോൺ എഴുതിയ ഒരു കുറിപ്പാണ് എനിക്കിതിനകത്ത് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു 21 കോടിക്ക് തീരാവുന്ന കാര്യം ഇത്രയും കാലം മനസ്സിൽ സൂക്ഷിച്ച് സങ്കടം കടിച്ചമർത്തിയ തമ്പിമുത്തച്ഛൻ്റെ വിഷമം കാണാതെ പോകരുത്. മാധവിക്കുട്ടി മരണപ്പെട്ടത് ഇയാളുടെ ഭാഗ്യം, അല്ലെങ്കിൽ കാത് പൊട്ടുന്ന മറുപടിയും കണ്ണിലിരുട്ട് കയറുന്ന കീറും കിട്ടിയേനെ. കാലം തീരാറായപ്പോൾ ഓരോ കളവും കണക്കുമായി ഇറങ്ങിയേക്കുകയാണ് നുണയൻ തമ്പി. നുണയൻ തമ്പി, നുണയൻ തമ്പി, അങ്ങനെ നുണയൻ തമ്പി രംഗത്തിറങ്ങിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. നുണയൻ തമ്പി എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല, ബിജി തമ്പി, ബിജി തമ്പി, ബുജി തമ്പി, ജി തമ്പി, വേറെ എന്തെങ്കിലും നിങ്ങൾ ചേർക്കുന്നെങ്കിൽ ചേർത്തോ. എന്തായാലും ആ തമ്പി ഇപ്പോൾ തമ്പിയായി മാറിയിരിക്കുകയാണ്. 20 കോടി രൂപ കൊടുത്താണ് മാറ്റിയെന്നാണ് പറയുന്നത്. മറ്റേത് ലവ് ജിഹാദാണ്, ഒരു പാവപ്പെട്ടവൻ്റെ പേര് ചേർത്ത് പുള്ളിയാണ് മാറ്റിയത് എന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ എന്തായാലും അത് മാറി 20 കോടി രൂപയ്ക്കാണ് മാധവിക്കുട്ടി മതം മാറിയത് എന്നാണ് പറയുന്നത്. എന്നിട്ടോ ഒരു 21 കോടി രൂപ ഈ പറഞ്ഞതുപോലെ ഒപ്പിച്ച് കൊടുത്തായിരുന്നെങ്കിൽ തിരിച്ചെങ്കിൽ മാറ്റായിരുന്നു. പക്ഷേ അത് പാവം തുമ്പി അറിഞ്ഞില്ല. തുമ്പി അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത് എന്ന് മാത്രവുമല്ല, ഇപ്പോൾ ഈ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് പോലെ മാധവിക്കുട്ടി മരണപ്പെട്ടെങ്കിലും മോനൊക്കെ ഉണ്ട്. പക്ഷേ മോനൊക്കെ ഒരുപാട് മാന്യനാണ്. ഇതുപോലെയുള്ള എന്ത് പേര് വിളിക്കണമെന്നറിയില്ല, പുള്ളിയുമായൊക്കെ ഒന്ന് സംസാരിക്കാൻ പോലും അവരാരും തയ്യാറാവില്ല. കാരണം ഇതൊക്കെ ഒരു പാഴ്ജന്മമാണ്. പക്ഷേ നിർബന്ധമായും ആരെങ്കിലും ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ പോലീസ് ഇയാളെ വിളിച്ച് മൊഴിയെടുപ്പിച്ച് ആ 20 കോടി കൊടുത്തതിൻ്റെ തെളിവും ഇയാൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് തിരക്കി ഇനി ആരെങ്കിലും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ തൂക്കി കൊല്ലുകയും, കൊടുത്തില്ലെങ്കിൽ ഇയാളുടെ വായിലൊരു സെല്ലോ ടേപ്പോ വല്ലോ ഒട്ടിച്ച് ഇനി മേലിൽ ഇതുപോലെ നടന്ന് പറയരുത് എന്നുള്ള രീതിയിലാക്കിയായിരുന്നെങ്കിൽ കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഒരു സമാധാനം ഉണ്ടായേനെ. അല്ലെങ്കിൽ വേണ്ട, പുള്ളി പറഞ്ഞോട്ടെന്ന്. ഒരു തമാശയല്ലേ, രസമല്ലേ? പിരിമുറുക്കമുള്ള ലോകത്ത് ഇതുപോലെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കോമാളി വേഷം കെട്ടിയാടിച്ചിട്ടുള്ളൊരു സംവിധായകൻ സ്വയം ഇങ്ങനെ കോമാളിയാവുന്നത് കാണുന്നതിൻ്റെ ഒരു സന്തോഷം അത് വേറൊന്നാണ്. കാണാം അങ്ങനെ അല്ലേ? അതാവും നല്ലത്.